ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം നടക്കുകയുണ്ടായി. മുതിർന്ന നേതാക്കന്മാരൊക്കെ സംബന്ധിച്ചു. എല്ലാ ജില്ലകളിൽ നിന്നുമായി 200-ലധികം പ്രതിനിധികൾ സംബന്ധിച്ചു. കാലിക രാഷ്ട്രീയ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDFും പാർട്ടിയും നേടിയ അത്യുജ്വലമായ വിജയം, അതിൻ്റെ ഒരവലോകനവും വിശകലനവും നടന്നു. ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് ഒരു വലിയ ഉത്തരവാദിത്വമായി പാർട്ടി കാണുന്നു. ജനങ്ങളോട് ആ കടപ്പാടും കൃതജ്ഞതയും പ്രകടിപ്പിച്ചതോടൊപ്പം ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാവണം മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികൾ അവരുടെ ടീമിൽ പ്രവർത്തിക്കേണ്ടതെന്ന് വ്യക്തമായി അവരെ ബോധ്യപ്പെടുത്താനും ജനങ്ങളോടുള്ള കടപ്പാടും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള നീതിപൂർവമായ പ്രവർത്തനവുമാണ് മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികളിൽ നിന്ന് ജനം ആഗ്രഹിക്കുന്നതെന്നും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംബന്ധിച്ച വിവിധ വിഷയങ്ങൾ പാർട്ടി ചർച്ച ചെയ്തു. ആ വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും ആദ്യമായി ചർച്ചയ്ക്കെത്തിയത് SIR. ആ വോട്ടർ പട്ടിക നവീകരണത്തിൻ്റെ കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ പാർട്ടി മുന്നോട്ട് നീക്കുന്നുണ്ട്. എല്ലാ ബൂത്തുകളിലും BLOമാരോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ BLAമാരും സജീവമായി രംഗത്തുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് അർഹതപ്പെട്ട ഒരാളും പുറത്തു പോകാതിരിക്കാനും അനർഹരായ ഒരാൾ പോലും അകത്ത് കയറാതിരിക്കാനുമുള്ള അതീവ ജാഗ്രത കാണിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് പാർട്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യപടിയായി എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും, പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിൽ ആ പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ബൂത്തുകളിലെയും പെട്ട പ്രധാന പ്രവർത്തകർ ജനുവരി 10 ശനിയാഴ്ച വൈകുന്നേരം 7 മണി മുതൽ 12 മണി വരെ ക്യാമ്പ് നടത്തുക. എന്നിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുക. അത് എല്ലാ ബൂത്തുകളും ഒരു തദ്ദേശ സ്ഥാപനത്തിൻ്റെ പരിധിയിൽ ഒരു സ്ഥലത്ത് വെച്ച് ഇത് ചെയ്യുക, പ്രത്യേക സംഘങ്ങളായി. അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് പിറ്റേന്ന് മുതൽ ബൂത്തുകളിൽ വീട് സന്ദർശനം നടത്തി വോട്ടർ പട്ടികയും ബൂത്തിലെ യഥാർത്ഥ വോട്ടർമാരും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കി ചേർക്കാനുള്ളവരെ ചേർക്കാനും ഒഴിവാക്കാനുള്ളവരെ ഒഴിവാക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാക്കുക. ജനുവരി 22 വരെയാണ് പുതുതായി വോട്ടർമാരെ ചേർക്കാനുള്ള SIR പ്രകാരമുള്ള അവസരം. ആ ഘട്ടത്തിനുള്ളിൽ ഇത് തീർക്കാനുള്ള അതീവ ജാഗ്രത പാർട്ടി അണികൾ ഘടകങ്ങൾ ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, SIR സംബന്ധിച്ചുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത് BJPക്ക് മേധാവിത്വമുള്ള മണ്ഡലങ്ങളിലൊക്കെ വ്യാപകമായി കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പോടനുബന്ധിച്ച് അനർഹമായ വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. നേമത്തും കഴക്കൂട്ടത്തും തൃശ്ശൂരൊക്കെ 45,000-ഉം 50,000-ഉം അനധികൃത വോട്ടർമാരെ SIRലോ കണ്ടെത്തുകയും അവരെ ഇപ്പോൾ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ഈ 50,000-ഓളം 1,00,000-ഓളം വരുന്ന വോട്ടർമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയിരുന്നു എന്നാണ്. ഇപ്പോൾ പുറത്താക്കപ്പെട്ടവരാണ്, പക്ഷെ അവരിനിയും കയറിക്കൂടാനുള്ള സാധ്യതയുണ്ട്. അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ പാർട്ടി സംവിധാനം ശക്തമാക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കാണുന്നത്, ഞാൻ പറഞ്ഞ പോലെ നേമത്തും കഴക്കൂട്ടത്തും മറ്റു മണ്ഡലങ്ങളിലൊക്കെ 45,000-ഉം 40,000-ഉം ആളുകൾ വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായതല്ല, അത്തരം ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആളുകളില്ല. അതിൽ കുറച്ച് മരിച്ചു പോയതുണ്ടാവും, കുറച്ച് ആളുകൾ വീട് മാറിപ്പോയതൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു വലിയ വിഭാഗം ആളുകൾ ആരാന്ന് അറിഞ്ഞൂടാ.
അത്തരം ആളുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നേരെ വിപരീതമായി കണ്ണൂർ ജില്ലയിൽ പരിശോധിച്ചപ്പോൾ കണ്ടത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ SIRലൂടെ പുറത്തു പോയിട്ടുള്ളൂ. ഒരു 4000-5000 ആളുകളൊക്കെയാണ് ധർമ്മടത്തും അഴീക്കോട്ടും കൂത്തുപറമ്പിലൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുള്ള SIR മുഖേന. അതിനർത്ഥം അവിടെയും ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് കേരളം ഭരിക്കുന്ന കക്ഷി അവരുടേതായ BLOമാരെ ഉപയോഗിച്ച് അനർഹമായ വോട്ടർമാരെ അവിടെ തന്നെ നിർത്താൻ ശ്രദ്ധിച്ചു എന്നതാണ്. ഒരു ആവറേജ് 10നും 15നും ഇടയ്ക്ക് വോട്ടർമാർ എല്ലാ മണ്ഡലത്തിലും പുറത്തു പോയിട്ടുണ്ട്. ആവറേജ് എല്ലായിടത്തും, മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ഒക്കെ. പക്ഷേ CPMൻ്റെ കോട്ടകളിൽ ഗ്രാമങ്ങളിൽ പുറത്തു പോകുന്നത് 4ഉം 5ഉം മാത്രമാണ്, 4000-ഉം 5000-ഉം മാത്രമാണ്. അത് ഏതായാലും മരിച്ചവരുണ്ടാവും, വീട് മാറിപ്പോയവരുണ്ടാവും, സ്ഥിരതാമസം മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ മാറ്റിയവരുണ്ടാവും. എന്നിട്ട് പോലും അത്രയേ ഉള്ളൂ. അതിനർത്ഥം BLOമാർ തങ്ങളുടെ പാർട്ടിക്കാരായതുകൊണ്ട് അവരെ ഉപയോഗപ്പെടുത്തി അനർഹമായ അനധികൃത വോട്ടുകൾ അവിടെ തന്നെ നിർത്താൻ കേരളം ഭരിക്കുന്നവർ ശ്രദ്ധിച്ചു. അപ്പോൾ അതിനും ഈ അനർഹരായ വോട്ടർമാർ അത്തരം ബൂത്തുകളിലുണ്ടോ എന്ന് പരിശോധിക്കാനും പാർട്ടി അണികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 22 കഴിഞ്ഞാൽ വോട്ടർ പട്ടികയുടെ അസൽ പുറത്തു വരും. ആ സമയത്ത് പരിശോധിച്ചിട്ട് അനർഹരായ വോട്ടർമാരുണ്ടെങ്കിൽ തള്ളപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. അതിനുള്ള സംവിധാനം കൂടി ഇപ്പോൾ പാർട്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ആദ്യപടി എന്ന നിലക്ക് ഇപ്പോഴുള്ള വോട്ടർ പട്ടിക കേരളത്തിലെ എല്ലായിടത്തും ഒരു ദിവസം ജനുവരി 10 ശനിയാഴ്ച വൈകുന്നേരം 7 മണി മുതൽ എല്ലാ ബൂത്ത് അടിസ്ഥാനത്തിലും ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം എന്ന നിലക്കാണ് SIRൻ്റെ യഥാർത്ഥ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കാൻ, വോട്ടേഴ്സ് ലിസ്റ്റ് നീതിപൂർവമാക്കാൻ ഉള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അതാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കത്തിലെ ആദ്യ ഉത്തരവാദിത്വം. അത് ഞങ്ങൾ നിർവഹിക്കുകയാണ്. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. വിവിധ ജില്ലാ ഭാരവാഹികളും മണ്ഡലം ഭാരവാഹികളും പോഷക സംഘടനയുടെ ഭാരവാഹികളുമൊക്കെ അവരവരുടെ അഭിപ്രായങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. പാർട്ടി അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യും, പരിശോധിക്കും. പാർട്ടി UDFനെ സംബന്ധിച്ചോളം UDFൻ്റെ തീരുമാനമാണല്ലോ മുസ്ലിം ലീഗിൻ്റെ കൂടി തീരുമാനം. UDFൽ നിയമസഭാ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചോ സീറ്റ് വിഭജനം സംബന്ധിച്ചോ ഔപചാരികമായ ചർച്ചകൾ നടന്നിട്ടില്ല. ജനുവരി 15 മുമ്പ് UDFലെ ഘടകകക്ഷികൾ തമ്മിലുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കണം എന്നാണ് UDF യോഗത്തിൻ്റെ തീരുമാനം. അതനുസരിച്ച് അടുത്ത് തന്നെ ഉഭയകക്ഷി ചർച്ച കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആദ്യഘട്ട ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസിൻ്റെയും ഘടകകക്ഷികളുടെയൊക്കെ മനസ്സറിഞ്ഞതിന് ശേഷം മുസ്ലിം ലീഗും ഒരു സ്ട്രാറ്റജി തയ്യാറാക്കി കൂടുതൽ ഗൗരവതരമായ ചർച്ചകളിലേക്ക് നടക്കും, തീരുമാനമെടുക്കും. അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഞങ്ങൾ എടുത്ത ചർച്ച. പിന്നെ ഇന്ന് പ്രധാനപ്പെട്ട 2-3 പ്രമേയങ്ങൾ ഞങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ഒന്ന്, കേന്ദ്രം അവരുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ എതിർക്കാൻ, അടിച്ചമർത്താൻ, ഭീഷണിപ്പെടുത്താനൊക്കെ അവരുടെ ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്ന ആരോപണം പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒരുപോലെ ഉന്നയിക്കുന്നതാണ്. അതിൽ CPM ആണ് ഏറ്റവും മുന്നിലുള്ളത്. കാരണം CBI ഉപയോഗിച്ച് ED ഉപയോഗിച്ച് അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പ്രതിപക്ഷ നേതാക്കന്മാർ മമതാ ബാനർജിയെ, സോണിയാഗാന്ധിയെ, സ്റ്റാലിനെ, DK ശിവകുമാറിനെയൊക്കെ വേട്ടയാടിയത് നമുക്കറിയാം. അതിനെതിരെ പ്രതികരിക്കുന്ന CPM ആണ് ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരിക്കൽ കോടതി പോലും തള്ളിക്കളഞ്ഞ ഒരു കേസെടുത്ത് വെച്ച് FIR ഇടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഇത് രാഷ്ട്രീയമായ എതിരഭിപ്രായങ്ങളെ വിലമതിക്കാനോ ജനാധിപത്യ സംവിധാനത്തിൽ വിയോജിക്കാനുള്ള അവകാശത്തെ
അംഗീകരിക്കാനോ തയ്യാറാകാത്ത ഫാസിസ്റ്റ് പ്രവണതയാണ്. അത് അംഗീകരിക്കാൻ കേരളീയ സമൂഹം തയ്യാറാകില്ല എന്നതാണ് ഒരു പ്രമേയം. മറ്റൊന്ന്, വെനിസ്വേലയിൽ അമേരിക്ക നടത്തിയ കടന്നാക്രമണമാണ്. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള വെല്ലുവിളിച്ചുകൊണ്ട് അതിലേക്ക് കടന്നാക്രമിച്ച് ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി അവിടുത്തെ സമ്പത്തും എണ്ണ ശേഖരങ്ങളുമൊക്കെ പിടിച്ചെടുക്കാനുള്ള സാമ്പത്തിക ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും കാറ്റിൽ പറത്തി അമേരിക്ക ചെയ്ത നടപടി അങ്ങേയറ്റം അപലപനീയമാണ്. നീതിപൂർവമായ ഒരു തീരുമാനത്തിലേക്ക് പോകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെയുള്ളത്, ആരോഗ്യരംഗത്തൊക്കെ ഗവൺമെൻറ് നടത്തുന്ന വിവേചനമാണ്. 202 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികകൾ ഈ ഗവൺമെൻറ് അനുവദിച്ചപ്പോൾ 47 ലക്ഷം ജനസംഖ്യയുള്ള കേരളത്തിലെ മറ്റ് ജില്ലകളെ നോക്കുമ്പോൾ 3-4 ജില്ലകളുടെ ജനസംഖ്യയുള്ള മലപ്പുറത്തേക്ക് അനുവദിച്ചത് വെറും 4 പോസ്റ്റുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവഗണനകൾ, വിവേചനങ്ങൾ കൃത്യമായി ഒരു പ്രദേശത്തിനും ആ പ്രദേശത്തിലെ മുഴുവൻ ജനതയ്ക്കും നേരെ എടുക്കുന്ന ഈ ഗവൺമെൻറ് ഒരു പ്രദേശത്തിന് നേരെ മറ്റുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രഖ്യാപനങ്ങളെ പിന്തുണയ്ക്കുകയാണ്. അവരോടൊപ്പം ഞങ്ങളും നിൽക്കുന്നു എന്ന് തെളിയിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കാൻ, വെറുപ്പുണ്ടാക്കാൻ, പരസ്പരം ശത്രുത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെക്കെതിരെ നടപടിയെടുക്കേണ്ടതിന് പകരം സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും അതിൻ്റെ നേതാവും അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അവരെ നീതീകരിക്കുകയാണ്. അത് ഏറ്റവും വലിയ ജനാധിപത്യ മതനിരപേക്ഷ വിരുദ്ധ സമീപനമാണ് എന്നാണ് പാർട്ടി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. സാമുദായിക സൗഹാർദ്ദം, സങ്കുചിതമായ രാഷ്ട്രീയ ലാഭത്തിന് സാമുദായിക സൗഹാർദ്ദവും കേരളത്തിൻ്റെ പൈതൃകവും തകർക്കുന്ന നിലപാടിലേക്ക് ഗവൺമെൻറ് പോകരുത്. തെറ്റാര് ചെയ്താലും അത് തെറ്റാണെന്ന് അംഗീകരിച്ച് നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗവൺമെൻറ് പിറകോട്ട് പോകരുത് എന്ന് വളരെ വ്യക്തമായി ഞങ്ങളുടെ യോഗം ഇന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൻ്റെ തീരുമാനങ്ങൾ. യെസ്. അല്ല, സ്ഥാനാർത്ഥികളെ കുറിച്ച് തീരുമാനമായിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം തെളിയുമ്പോൾ ശരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങളെ രംഗത്തിറക്കിയത് ആണായാലും പെണ്ണായാലും മുസ്ലിം ലീഗല്ലേ. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അർഹമായ പ്രാതിനിധ്യം എല്ലാ വിഭാഗങ്ങൾക്കും പാർട്ടിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടാകും. അതിലേക്ക് അഭിപ്രായങ്ങൾ ഇന്ന് ഉണ്ടായി. പക്ഷെ തീരുമാനങ്ങൾ പാർട്ടി നേതൃത്വം എടുക്കും. ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ പരിചയസമ്പന്നരും അസംബ്ലിയിൽ വേണം, പുതുമുഖങ്ങൾക്ക് അവസരവും കിട്ടണം. ഇതാണ് പാർട്ടിയുടെ പൊതു നിലപാട്. അല്ല, അത് എത്രയെന്ന് തീരുമാനിച്ചിട്ടില്ല. വനിതകൾ ഉണ്ടാവും എന്ന് ഉറപ്പാണ്. ആ, ആരായാലും അല്ല, ഞങ്ങൾ അനാവശ്യമായ ഒരു പ്രമോഷൻ ആർക്കും കൊടുക്കണ്ടല്ലോ. എന്തിനാണ് നമ്മൾ തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ വലിയതായിട്ട് എടുത്തു പറയണം? നല്ല കാര്യങ്ങൾ പോയി ചെയ്യുന്നവരല്ലേ എടുത്തു പറയേണ്ടത്. തെറ്റായ, ഞങ്ങൾ വ്യക്തികളല്ലേ എതിർക്കുന്നത്, ചെയ്ത കാര്യങ്ങളെയാണ്. ശരി ചെയ്താൽ ശരിയാണെന്ന് പറയും, തെറ്റ് ചെയ്താൽ ആരായാലും അത് തെറ്റാണെന്ന് പറയും. ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല, യാതൊരു വിരോധവുമില്ല. എല്ലാവർക്കും അവരുടേതായ നിലപാടുണ്ട്. പറയുന്നത് ശരിയല്ല എന്ന് കേരളീയ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം തുറന്ന് പറയണം എന്നതാണ് ഞങ്ങളെയൊക്കെ മനസ്സിലുള്ളത്. നിങ്ങളോട് തുറന്ന് പറയാം, പ്രസിദ്ധീകരിക്കാനല്ല. ഞങ്ങളെ മനസ്സിലുള്ളത്
ഞങ്ങളുടെ മനസ്സിലുള്ളത് അദ്ദേഹം തുടർന്നുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തിയാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഇരട്ടി ഫലം ഞങ്ങൾക്ക് കിട്ടും, UDF കിട്ടും. അല്ല, ഞങ്ങൾ വ്യക്തികളല്ലല്ലോ പറയുന്നത്, പറഞ്ഞ കാര്യങ്ങളല്ലേ ഞങ്ങൾ ആശയത്തല്ലേ എതിർക്കുന്നത്. പറഞ്ഞ കാര്യത്തിൽ അത് ആര് പറഞ്ഞാലും കോട്ടെ, ആ പറഞ്ഞ വ്യക്തിയെ ഞാൻ പറയട്ടെ, പറഞ്ഞ വ്യക്തിയെ കൊണ്ട് പറയിപ്പിച്ച വ്യക്തികളും അതിന് പ്രോത്സാഹനം നൽകുന്നവരും വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നവരും കുറേ ഭാഗം ശരിയാണ് എന്ന് പറഞ്ഞവരും ഒക്കെയുണ്ട്. അവരൊക്കെ ഇതിൽപ്പെടും. അല്ല, ഇതിലാരാ നടപടി എടുക്കുന്നത്? നമ്മുടെ മുമ്പിൽ നേരത്തെ ചരിത്രം ഉണ്ടല്ലോ. ഈ വ്യക്തിക്കെതിരെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് KPCC പ്രസിഡന്റ് പരാതി കൊടുത്തല്ലോ. ഇവിടെ ഈ കോഴിക്കോട്ട് നൗഷാദ് ഇതിൽ നമ്മളെ ഓടയിൽ വീണ് മരിച്ച് അയാൾ നടത്തിയ ഒരു പ്രസ്താവനയ്ക്കെതിരെ KPCC പ്രസിഡൻ്റായിരുന്ന VS സുധീരനാണെന്ന് പരാതി കൊടുത്തത്. കേസെടുത്തല്ലോ. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. എടുക്കുന്നില്ല നിങ്ങൾ പറഞ്ഞാലും ശരി, അന്ന് എടുത്തു, ഇന്ന് എടുക്കുന്നില്ല. അത് തന്നെയാണ് ഞങ്ങളെ പ്രതിഷേധം. ലീഗ് എന്തിനാണ് പരാതി കൊടുക്കുന്നത്? രാജ്യത്തിലെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഞങ്ങൾക്ക് ആ പറയുന്നത് കൊണ്ട് ഗുണം കിട്ടിയല്ലേ, പിന്നെ ഞങ്ങളിതിനാ പരാതി കൊടുക്കുന്നത്? അത് കേരള സമൂഹം മനസ്സിലാക്കിയല്ലോ. കേരളീയ സമൂഹം അത് മനസ്സിലാക്കിയതിൻ്റെ പ്രതിഫലനമല്ലേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്. അതെ, അല്ല, ഇത് ചെയ്യേണ്ടവർ ചെയ്യുന്നില്ല എന്നുകൂടി ജനങ്ങൾ മനസ്സിലാക്കണം. പറയുന്നവരെ തടയുന്നില്ല. ആ വർഗീയ നിലപാടിനെ പൂട്ടേണ്ടുന്ന ഉത്തരവാദിത്വമുള്ള ആളുകൾ അത് ചെയ്യുന്നില്ല. അത് സമൂഹം മനസ്സിലാക്കട്ടെ. എന്നിട്ട് യുക്തമായ സമയത്ത് ഞങ്ങളിപ്പോൾ യൂത്ത് ലീഗ് കമ്മിറ്റി പരാതി കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ എവിടെ എത്തും. പിന്നെ ഇത്തരം പ്രസ്താവനകൾ ജാതീയമായും മതപരമായും വിദ്വേഷമുണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ഇന്ത്യൻ ക്രിമിനൽ നിയമപ്രകാരം തെറ്റാണ്. ആ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കേണ്ട ആഭ്യന്തര വകുപ്പാണ്. അത് എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ പ്രമേയത്തിലൂടെ അതെല്ലാം ആവശ്യപ്പെട്ടത്. അല്ല, ലീഗിന് അർഹത ധാരാളമുണ്ടല്ലോ. നിങ്ങൾക്ക് തന്നെ അറിയാലോ. നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും എഴുതിക്കൊണ്ടും ഇരിക്കില്ലേ. സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടി, ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടി, തെക്കൻ ജില്ലകളിലേക്ക് കടന്നു കയറിയ പാർട്ടി എന്നൊക്കെ നിങ്ങളാണ് ഞങ്ങൾക്ക് അർഹതയുണ്ടെന്ന് ഞങ്ങളെ വിശ്വസിപ്പിക്കുന്നത്. ഇപ്പോൾ എഴുതി പറഞ്ഞ് ഏതായിരുന്നാലും മോശമല്ലേ? കുറച്ചൊക്കെ മറ്റു ഘടകകക്ഷികൾക്കും കൊടുക്കണ്ടേ? എല്ലാം കൂടി ഞങ്ങൾ എടുക്കുന്നത് മോശമല്ലേ? മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്തണമെന്ന് ഒരുപാട് കാലമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. UDF ആശയങ്ങളുമായി യോജിക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ച് പോകണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ജാനു വന്നു, പിന്നെ ആരാ വന്നത്, അൻവർ സഹകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വിഭാഗങ്ങളുമായും സംഘടനകളുമായും ഒക്കെ യോജിക്കും. അതേവസരം ചർച്ചകൾ നടക്കുന്നുണ്ടാകാം. ആ ചർച്ചകൾക്കൊരു തീരുമാനമാകുമ്പോൾ തീർച്ചയായും ആദ്യം നിങ്ങളെ അറിയിക്കും. നടക്കുന്നുണ്ടല്ലോ, അതാവുമല്ലോ. ഇനി സീറ്റ് വിഭജന ചർച്ച നടന്നാലും അതിനനുസരിച്ചുള്ള ആളുകളാണ് വരുന്നതെങ്കിൽ ഞങ്ങളൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവും. നമുക്ക് കേരളത്തെ രക്ഷിക്കണം ഈ ഇടതുഭരണത്തിൽ നിന്ന്. അതിനെന്ത് വിട്ടുവീഴ്ച ചെയ്യാനും ലീഗും കോൺഗ്രസും എല്ലാ ഘടകകക്ഷികളും തയ്യാറാവും. അല്ല, അത് ആലോചിക്കുക, ആ സമയത്ത് ആലോചിക്കേണ്ടതല്ലേ. ഇപ്പം നമ്മൾ ഒഴിവാക്കിയിട്ടിട്ട് ആരും വന്നില്ലെങ്കിലോ? ഇടതുപക്ഷം എതിരാളികളില്ലാതെ ജയിക്കൂലേ? അൻവർ ജനാധിപത്യ മൂല്യങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ ഈ ഭരണത്തിനെതിരായി നിൽക്കുന്ന മുഴുവൻ ആളുകളും ആര് വന്നാലും ഗുണം ചെയ്യും.
അത് ഒരു വാദമോ അവകാശമോ തർക്കവും വിവാദവും ഒന്നും ആക്കണ്ടല്ലോ. പരസ്പരം സ്നേഹസമൃദ്ധമായ ചർച്ചകളിലൂടെ ഞങ്ങളൊരു തീരുമാനത്തിലെത്തും. UDF അത് സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞങ്ങൾ പരസ്പര വിശ്വാസത്തോടും ധാരണയോടും സ്നേഹത്തോടും കൂടി ഇരുന്ന് സംസാരിച്ച് പരസ്പര ഐക്യത്തോടു കൂടി ഒരു തീരുമാനത്തിലെത്തും. എല്ലാം അനൗദ്യോഗികമാണ്, അതാണ് ഈ പ്രശ്നം. ഞാനെന്തെങ്കിലും പറഞ്ഞാൽ അത് ഔദ്യോഗികമാവും, അതുമാണ് പ്രശ്നം. ആവാം. ഇന്ന് പല മണ്ഡലങ്ങളും ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്, അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതും ഞങ്ങൾ ചർച്ചയിൽ ആദ്യവട്ടം ഞങ്ങളും കോൺഗ്രസും തമ്മിൽ സംസാരിക്കും. അപ്പോൾ കോൺഗ്രസിൻ്റെ മനസ്സിൽ എന്താണെന്നും ഞങ്ങളുടെ മനസ്സിൽ എന്താണെന്നും കോൺഗ്രസ് മനസ്സിലാക്കും. അവിടെ നിന്ന് അങ്ങോട്ട് ചർച്ചകൾ തുടങ്ങും. വളരെ പെട്ടെന്ന് സൗഹൃദപരമായി അത് അവസാനിക്കും. അല്ല, കൂടുതൽ സീറ്റുകൾക്ക് പാർട്ടിക്ക് അർഹതയുണ്ട് എന്നാണ് തങ്ങൾ പറഞ്ഞത്. അത് നിങ്ങൾ തന്നെ പറയല്ലേ, നിങ്ങളും പറയുന്നത് അതന്നെയല്ലേ, അതിൽ നമുക്ക് തർക്കമില്ലല്ലോ. പക്ഷെ അത് വാങ്ങുമോ കിട്ടുമോ വാങ്ങൂലേ നിർക്കുമോ അതിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയല്ല, സീറ്റ് കൂടുതൽ കിട്ടിയില്ലെങ്കിലും നമുക്ക് വനിതകളെയും യുവാക്കളെയൊക്കെ നിർത്തണ്ടേ. 140 വരെ മാക്സിമം. അതല്ലാത്ത വനിതകളും ധാരാളം ഇതിലുണ്ടല്ലോ. ഞാൻ ആരെങ്കിലും ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഞാൻ ഉത്തരവാദിയല്ല. എവിടെ? പഞ്ചായത്തിലോ? അത് ഞങ്ങൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നാൽ അപ്പം പറഞ്ഞുതരാം. അത് നിങ്ങൾ നേരത്തെ ചോദിച്ചു. ആ ചോദ്യം നിങ്ങൾ നേരത്തെ ചോദിച്ചു, ഞാൻ മറന്നിട്ടില്ല. അത്ര വേഗം മറക്കൂല, 10 മിനിറ്റൊക്കെ എടുക്കും. നിങ്ങൾ തന്നെ ചോദിച്ചു, നിങ്ങൾ തന്നെ പറഞ്ഞോ. എനിക്കത് അല്ലെങ്കിൽ ശബ്ദത്തിന് കുഴപ്പമുണ്ടോ? എന്തിനാ നിങ്ങൾ രണ്ടെണ്ണത്തിൽ നിർത്തുന്നത്? ഓ, പാർട്ടി തയ്യാറാവും. എന്താ സംശയം? സൗത്തിൽ പാർട്ടി നിൽക്കൂലേ? ഞാനിപ്പോൾ ഇങ്ങനെ ഒരു നല്ല സ്ഥിതിയിൽ പോകുന്നതിൽ നിങ്ങൾക്ക് യാതൊരു താല്പര്യം അല്ലേ? അതിലേക്കൊന്നും ചർച്ച പോയിട്ടില്ല. സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നാലേ അതിന് മക്കളാണോ പിതാവാണോ ഭാര്യയാണോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അത് ഏതെങ്കിലും ഒരാളുടെ മകനായി എന്നുള്ളത് കൊണ്ട് അനർഹരായി പോവില്ല. ആരെങ്കിലുമൊക്കെ മക്കളായിരിക്കൂലേ ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ പ്രഥമ പരിഗണന വിജയസാധ്യത. ഇന്നും തങ്ങളത് അർത്ഥസംഖ്യക്കില്ലാതെ പറഞ്ഞിട്ടുണ്ട്. വിജയസാധ്യതയാണ് ലീഗ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിലുള്ള പ്രഥമ പരിഗണന. അത്രയാണ്. ഇല്ല, ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാണ്. നിങ്ങൾക്ക് തോന്നിയതാ ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരായി മാറിയിരിക്കുക. നടപ്പാക്കുമ്പോൾ ആര്? ഞാൻ പറഞ്ഞിട്ടില്ല. അതിലേക്ക് ചർച്ച പോയിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിലേക്ക് പോയിട്ടില്ല. ഇന്നത്തെ ചർച്ചയൊക്കെ ക്രോഡീകരിച്ച് പാർട്ടി നേതൃത്വം കൂടി ഒരു തീരുമാനത്തിലെത്തും. അതും സീറ്റ് ചർച്ചകളൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. മാസാവസാനത്തോടു കൂടിയൊക്കെ ഏതാണ്ട് ഒരു രൂപത്തും. ആയാലല്ലേ തള്ളാൻ പറ്റുള്ളൂ. ഏതിൻ്റെ? CPM-ൻ്റെ ഗോവിന്ദ മാഷോ? തങ്ങൾ പറഞ്ഞാൽ നിൽക്കേണ്ടി വരില്ലേ? പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും,
മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല. അത്രേ ഉള്ളൂ. അത് താങ്കളോട് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. തങ്ങൾ ആരെയും നിശ്ചയിച്ചിട്ടില്ലല്ലോ. ഞങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും സീറ്റ് കൊടുക്കില്ല അത് പറഞ്ഞിട്ടുണ്ടോ?